Hi friends, I am Dr. Hamnath and you're watching Day to Day Life. നമുക്കൊക്കെ ഒന്ന് സയൻറ്റിസ്റ്റ് ആയാലോ? സയൻറ്റിസ്റ്റ് അല്ലേ? നമ്മൾ എല്ലാവരും ഓരോ ആൾക്കാരും ശരിക്കും സയൻറ്റിസ്റ്റാണ്. അതായത് നമ്മൾ എല്ലാ ആൾക്കാരും ഓരോ ദിവസവും പല തരത്തിലുള്ള റിസർച്ചുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞാൽ നിങ്ങൾക്കത് എന്താണെന്ന് മനസ്സിലാവില്ല. എനിഹൗ വി ആർ ഗോയിങ് ടു ഡിസ്കവർ ദി സയൻറ്റിസ്റ്റ് ഇൻ യു. നമ്മൾ കുട്ടിക്കാലത്ത് ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, മണ്ണും കൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും അല്ലേ? അതിൽ വെള്ളം വാരും, വെള്ളം കൂടും, അങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഒരു ചെറിയ റിസർച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ മണ്ണിൽ വെള്ളം ആക്കിയതിന് ശേഷം നമ്മൾ ചിരട്ടപ്പുട്ടുണ്ടാക്കും അല്ലേ? ചിരട്ടയിലിട്ടിട്ടാവും. അപ്പോൾ കുളമാകും. വന്നതിന് ശേഷമാണ് അത് ശരിയാവാണ്. അപ്പോൾ അതായത് ഫെയിലിയേഴ്സ് സംഭവിച്ചതിന് ശേഷം തന്നെയാണ് അത് ഒരു സക്സസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇൻഫ്ലുവൻസിൽ എന്താണ്, എത്ര ക്വാണ്ടിറ്റി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയ ഒരു ചിരട്ടപ്പുട്ട് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു പെർഫെക്റ്റായി വരുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടാവുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് ഈ പിക്കിൽ കാണുന്നത് പോലെ ആയിരിക്കും. അപ്പോൾ കാരണം ആ ചൈൽഡ്ഹുഡിൽ നമ്മളെ സംബന്ധിച്ചാലും നമ്മൾ ആ ഒരു റിസർച്ചിൽ നമ്മളൊരു സക്സസ് ആയി. ഓക്കെ, അതിനുശേഷം ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു മകൾ, അതായത് ഒരു 4 വയസ്സായ ഒരു മകൾ ചെയ്തൊരു കാര്യമാണ് പറയുന്നത്. അവൾ ഇലകളൊക്കെ പറിക്കുന്നത് കണ്ട് അത് വലിച്ചെടുത്തിട്ട് അവിടെ കാണുന്ന ജസ്റ്റ് ഒരു കുപ്പി ഉണ്ടായിരുന്നു, അത് എടുത്തിട്ട് അതിലോട്ട് വെള്ളം നിറച്ചിട്ട് ഈ ഇലകളൊക്കെ നിറച്ച് വെച്ചു. അപ്പോൾ ഞാൻ അവൾ ചെയ്യുന്നത് ശ്രദ്ധിച്ചു. എന്നിട്ട് അവളിങ്ങനെ ജസ്റ്റ് ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്ത് വെച്ചു. അങ്ങനെ ഒരു ആഴ്ചകൾക്ക് ഞാനത് നോക്കി. ആഴ്ചകൾക്ക് നോക്കിയപ്പോൾ അതിനൊരു വാട്ടവും ഇല്ല. അതിൽ വേര് വന്നു തുടങ്ങിയപ്പോഴാണ് ഇവിടെ മനസ്സിലായത് ഇത് ശരിക്കും നമുക്കൊരു ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണെന്നുള്ള. മകൻ്റെ കാര്യമാണെങ്കിൽ അവന് ഒരു സീഡ് കിട്ടുന്ന എല്ലാ സീഡ്സും അവർ ഇതേമാതിരി കുഴിച്ചിട്ടതിന് ശേഷം കുറച്ച് ദിവസമായിട്ട് അതിൽ യാതൊരു മാറ്റമില്ലൊന്നും കാണാത്തപ്പോൾ അവനത് കുഴിച്ചെടുത്തപ്പോഴാണ് ഇതുപോലെ റൂട്ട് അവന് കണ്ടത്. അപ്പോൾ അത് അവർക്ക് വരുന്ന ഒരു ഇൻഫ്ലുവൻസ്, ഇതിലൊക്കെ അവരൊരു ഇൻഫ്ലുവൻസ് കണ്ടിട്ട് അവരെന്ത് ചെയ്യും, നമ്മളിത് ബ്രെയിനിൽ ഫീഡപ്പ് ചെയ്യും. പക്ഷേ നമ്മൾ പ്രായം കൂടുന്നവരും അതിനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കാണും. പക്ഷെ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, ഏതൊരു റിസർച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിലും നമ്മളത് എഴുതി വെക്കണം. എൻ്റെ ഗ്രാൻഡ് ഫാദറാണ്. അപ്പോൾ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രാൻഡ് ഫാദർ ഒരു 80s കഴിഞ്ഞു, 82 ആയിട്ടാണ് ഗ്രാൻഡ് ഫാദർ മരിച്ചത്. അപ്പോൾ ഈ 80s വരെ ഇദ്ദേഹം നല്ലൊരു റിലീജിയസ് സ്കോളറാണ്. ഇപ്പോൾ റിലീജിയസ് കാര്യങ്ങൾ അദ്ദേഹം മീറ്റിംഗ് കൂടും, എല്ലാ കാര്യം ഈ 80s ഇദ്ദേഹം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇദ്ദേഹം നല്ലൊരു ബിസിനസ് മാൻ ആയിരുന്നു. വീട്ടിൽ തന്നെയായിരുന്നു ഇദ്ദേഹം റോയൽ മാർബിൾസ് എന്ന് പറഞ്ഞ ബിസിനസ് ഇദ്ദേഹം ചെയ്തിരുന്നത്. ഓക്കെ, ഇതൊക്കെ 80s. പിന്നെ അതേസമയം ഇദ്ദേഹത്തിൻ്റെ റിസർച്ചും ചെയ്തിരുന്നു. അപ്പോൾ റിസർച്ച് എന്താണെന്നുള്ളത് ഞാൻ പറയാം. അപ്പം എന്താ ഇതിൽ ഞങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു വലിയ വീടാണ്. അപ്പോൾ ഇവിടെ ഒരു സെൻറ്ററായിട്ട് ഒരു സെൻറ്റർ റൂമുണ്ട്. ഈ സെൻറ്റർ റൂമിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആ വീട്ടിലെ എല്ലാ സ്ഥലങ്ങളും വല്യപ്പയ്ക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു ഏരിയയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കിച്ചൻ്റെ സൈഡിലോട്ട് കാണാൻ പറ്റും. മറ്റേ ഏരിയയിൽ നിന്ന് നോക്കുമ്പോൾ ഫ്രണ്ട് ഏരിയയിൽ നിന്ന് നോക്കുമ്പോൾ ബിസിനസ്സിൻ്റെ പോർഷനിൽ കാണാൻ പറ്റും. വേറെ സൈഡ് നിന്ന് വിൻഡോസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റെയർകേസിൻ്റെ അവിടേക്കും റൂംസിൻ്റെ അങ്ങോട്ടും കാണാൻ പറ്റും. വേറൊരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഡൈനിങ് ഹാൾ കാണുന്നു. ഇങ്ങനെ എല്ലാ ഏരിയയും വ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു റൂമായിരുന്നു. അപ്പം അങ്ങോട്ട് വല്ലാതെ ആരും കയറാറില്ല ആ റൂമിനകത്ത്. അപ്പോൾ നമ്മുടെ ഉമ്മാരൊക്കെ ഒന്ന് കുറച്ച് റെസ്ട്രിക്റ്റ് ചെയ്തിരുന്നു, അല്ലാതെ അങ്ങോട്ട് കയറരുതെന്ന് പറഞ്ഞു. പക്ഷേ വലിയപ്പോൾ ഞങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം എപ്പോഴും അകത്തുണ്ടാവില്ല, അദ്ദേഹത്തിന് ടൈം ഷെഡ്യൂളുണ്ട്, അത് എപ്പോഴേ കയറുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഫുൾ ഡേ ഒക്കെ നിൽക്കുമ്പോഴാണ് ഞങ്ങളത് കാണാറ് പൊതുവേ. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ പീപ്പ് ചെയ്തിങ്ങനെ നോക്കി, നമുക്കുണ്ടല്ലോ എന്താണ് അവിടെ നടക്കുന്നത് ഇങ്ങനെ ഒന്ന് തലയിട്ട് മാത്രം ഒന്ന് നോക്കി. ആ തലയിട്ട് മാത്രം നോക്കിയ സമയത്ത് എന്തോ കിടന്നിട്ട് ഇങ്ങനെ കുത്തിക്കുരുക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരു 3 ഉണ്ടല്ലോ ഈ വാച്ച് മേക്കേഴ്സിനുണ്ടല്ലോ ഒരു ചെറിയ ഏരിയ, അതിലിരുന്ന് എന്തോ ഇങ്ങനെ കുത്തിക്കുരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ലൈറ്റും ഉണ്ട്, വേറെ റൂമിലൊന്നും ലൈറ്റ് ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഈ ചെയ്യുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന്, ഞാൻ അവിടെ ഉള്ളതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു.
വെയിറ്റ് ചെയ്തതിന് ശേഷം വല്യപ്പയുടെ എല്ലാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാനായപ്പോൾ ഞാനൊന്ന് ഉള്ളിൽ കയറി നോക്കിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ വല്യപ്പ ആയിക്കോട്ടെ എന്ന് കയറി. അപ്പോൾ ഞാൻ ഉള്ളിൽ കയറി നോക്കിയപ്പോഴാണ് ഇറ്റ് വാസ് ലൈക്ക് എ മ്യൂസിയം. അതായത് 4 മതിലുകളും ആ വാള് ഫുൾ ക്ലോക്സുകളായിരുന്നു. പല ഐറ്റം ക്ലോക്സുകളും പല ഐറ്റം വാച്ചസ്, ഓൾ ടൈപ്സ് ഓഫ് വാച്ചസ്. എനിക്ക് ഏൻഷ്യൻ്റ് മുതൽച്ച് മോഡേൺ മുതൽച്ച് എല്ലാം ആ ഒരു ടൈമിൽ കിട്ടുന്ന എല്ലാ വാച്ചസും ആ ഒരു റൂമിനകത്തുണ്ട്. അപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് ഈ വാച്ചിൻ്റെ കുറേ മെറ്റീരിയൽസാണ്. പിന്നെ ഇദ്ദേഹം ഒരു എൻജിനീയർ അല്ല, ഓക്കെ, ബട്ട് നമ്മൾ പറയില്ല ഈസ് ബോൺ ടു ബി ആൻ എൻജിനീയർ, അങ്ങനെ ആയിരുന്നു. എല്ലാ മെഷീനറീസും നടന്ന് മൂപ്പര് എന്തെങ്കിലുമൊക്കെ ചെയ്ത് എല്ലാം ഫിറ്റ് ചെയ്യാൻ ഈ വാസ് എ പെർഫെക്റ്റ് മാൻ ഫോർ ദാറ്റ്. ഓക്കെ, ഇദ്ദേഹത്തിന് കുറേ അച്ചീവ്മെൻറ്റ്സ് ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. എയറോപ്ലെയിനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, വാഷിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പ്രീവിയസ്ലി ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ വല്യപ്പ ചെയ്തിരുന്ന ഒരു സംഗതി എനിക്ക് മനസ്സിലായത് വെച്ചാൽ ഇദ്ദേഹം ഭയങ്കര ടൈം ഷെഡ്യൂൾഡായിരുന്നു. അതെങ്ങനെ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ അവസാനത്തെ കാലത്ത്, വല്യപ്പയുടെ അവസാനത്തെ കാലത്ത് എന്ന് വെച്ചാൽ എൻ്റെ ഉപ്പയോട് പറഞ്ഞിരുന്നു, എനിക്കൊരു ഒരു കുറച്ച് ഇത് പറഞ്ഞിട്ടുള്ള മൊഡ്യൂളുള്ള ഒരു വാച്ച് വേണം. കുറച്ച് ഹെവി വാച്ചാണ് കേട്ടോ. ഈ ഹെവി വാച്ച് ആണ് ഇത്. അതിനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നൈറ്റിൽ വരെ നമുക്ക് ഫ്ലൂറസെൻസി ഉണ്ടാവില്ലേ, ഫ്ലൂറസെൻ്റ് ആണ്. അപ്പോൾ ഫ്ലൂറസെൻസിയോട് കൂടിയിട്ട് നമ്മൾ സെക്കൻഡ് വാച്ചും മിനിറ്റ് വാച്ച്, അവേഴ്സ് വാച്ച് ഒക്കെ ഫ്ലൂറസെൻ്റ് ആണ്. അതുപോലെ അതിൽ ന്യൂമറിക്കൽസ് ഒക്കെ ഫ്ലൂറസെൻ്റ് ആണ്. അപ്പോൾ ഏത് രാത്രിയിൽ നോക്കിയാലും ഇദ്ദേഹത്തിന് ടൈം മനസ്സിലാവണം. അതിനായിരുന്നു എൻ്റെ ഉപ്പയോട് അങ്ങനെ ഒരു വാച്ച് റെക്കമെൻഡ് ചെയ്തിരുന്നു. ഉപ്പ എന്തെല്ലാം കൊണ്ടുവന്ന് കൊടുത്തു. അപ്പം ഇദ്ദേഹം ഫുൾ ടൈം അത് കെട്ടി നടക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായി ഇദ്ദേഹം ഹൈലി ടൈം ഷെഡ്യൂൾഡാണ്. അങ്ങനെയാണ് ഇദ്ദേഹം റിസർച്ച് ചെയ്തിരുന്നു. ഇദ്ദേഹം 80s വരെ അവിടെ ഒരു ഒരു ഡിപ്രഷനോ സ്ട്രെസ്സോ ഇദ്ദേഹം കാണിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. ഇദ്ദേഹം മരണത്തിന് മുമ്പ് വരെ ഹി വാസ് ഹാവിങ് എ ബിഗ് പ്രൊജക്ട്സ് ടു ഡു. പക്ഷേ നമ്മളെ ഈ ഓൾഡ് ഏജ്ഡ് ആയി കഴിഞ്ഞുള്ള ആൾക്കാരെല്ലാം മൂഡി ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ അല്ലായിരുന്നു. ഹി വാസ് ഒരു സ്റ്റണ്ണിങ്, ഒരു സ്ട്രൈക്കിംഗ് ആൻഡ് സ്റ്റണ്ണിങ് പേഴ്സണാലിറ്റി. ദാറ്റ് സംതിങ് ഈസ് മേക്കിംഗ് ഹിം മൂവിങ്. അതിൽ ദൈവത്തിൻ്റെ ഭയങ്കര ബ്ലെസ്സിങ്സ് ഇല്ല എന്നല്ല, അതുകൊണ്ട് കൂടെ ഹി വാസ് എ വെരി ഗുഡ് റിസർച്ച് ഓറിയൻറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി എക്സ്പീരിയൻസ്ഡ്. സോ എക്സ്പീരിയൻസ് മേക്ക് മെൻ പെർഫെക്റ്റ്. സോ അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പെർഫെക്റ്റിലോട്ട് നമ്മൾ എത്തുന്നുണ്ടെങ്കിൽ വി ഷുഡ് ഫോളോ അവർ പാഷൻ, വി ഷുഡ് റെക്കോർഡ് ഇറ്റ്. ആൻഡ് ജീവിതത്തിൽ തുടർച്ചയായിട്ട് നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. അതൊരിക്കലും സ്റ്റോപ്പ് ചെയ്ത് ഓരോ റിസർച്ചും നമുക്ക് ഇൻഫ്ലുവൻസ് കിട്ടും. സോ ദാറ്റ് ഇൻഫ്ലുവൻസസ് ഗിവ്സ് us എ ഹാപ്പിനെസ് ഇൻ അവർ ലൈഫ്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. എല്ലാവരും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. ലെറ്റ് ദാറ്റ് ബി എ സ്പാർക്ലിംഗ് മോട്ടിവേഷൻ ഫോർ others to do research. Thank you.